Hi everyone, welcome back to our channel. A Little Happiness. This is me, Alina, with you. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ലോകത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ട്രിപ്പ് പോകുന്നത്, ദാറ്റ് ടു ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഞാൻ എപ്പോഴും പോകുന്ന ഒന്നിൽ അമ്മയും ചാച്ചനും മുത്തുമായിട്ട് അല്ലെങ്കിൽ അച്ചാനുമായിട്ട്. അപ്പം ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ മുഖത്തും അത് ഭയങ്കര വിസിബിളാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് വിയറ്റ്നാമിലേക്കാണ്. ആൻഡ് ദ ട്രിപ്പ് ഇസ് സ്പോൺസേഡ് ബൈ മൈ മോം. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ചാച്ചനൊഴിച്ച്. അപ്പോൾ ചാച്ചന് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടം അതേപോലെ പുള്ളിക്കാരൻ നമ്മുടെ കൂടെ അങ്ങ് ചേരും. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. അപ്പം നമ്മൾ പറഞ്ഞു, ചാച്ച ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ചിരിക്കൂ, ഒന്ന് അമ്മയുടെ മുഖത്ത് പിടിക്കുക. അപ്പോൾ ചാച്ചൻ പിടിച്ചിട്ടൊന്നും ശരിയാവുള്ളൂ. അങ്ങനെ മുത്തമ്മ ചെന്ന് പഠിപ്പിച്ച് കൊടുക്കുക, ചാച്ച ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഞാൻ എന്തിനാ അമ്മ ഈ ഗിഫ്റ്റ് തന്നെന്നുള്ളത് പറഞ്ഞില്ലല്ലോ. സോ ഷീ റീസെൻ്റ്ലി ഗോട്ട് റിട്ടയർഡ് HM ആയിട്ട്. അപ്പം അതും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കാർക്കും എനിക്കും അച്ഛനും ചാച്ചനും ഒന്നും എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല അമ്മയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. ദീസ് ആർ വെരി ഷോർട്ട് വീഡിയോസ് ദാറ്റ് ഐ ഗോട്ട് വൈൽ ഐ വാസ് അറ്റൻഡിങ് ദിസ് ഫംഗ്ഷൻ ഓൺലൈൻ. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് അന്നമ്മ ടീച്ചറിന്റെ യാത്രയയപ്പ അവസരമാണിത്. ഒരു അധ്യാപകന് വേണ്ട പ്രഥമ ഗുണം ആത്മാർത്ഥതയാണെന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി തെളിയിച്ചു വന്നിരിക്കുന്ന വ്യക്തിയാണ് അന്നമ്മ ടീച്ചർ. കുട്ടികളുടെ നല്ല ഗുരുനാഥയും വഴികാട്ടിയും സുഹൃത്തുമൊക്കെയാണ് അന്നമ്മ ടീച്ചർ. എല്ലാവരെ കുറിച്ചും നല്ല ഓർമ്മകൾ സൂക്ഷിക്കുകയും നമുക്ക് തന്ന ഒരു നല്ല മാതൃക നമ്മളോട് പങ്കുവച്ചു. പരസ്പരം അസൂയയോ മറ്റോ ഒന്നും ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമ, നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വം. ആ വ്യക്തി ഇന്ന് 32 വർഷത്തെ സർവീസ് കഴിഞ്ഞ് വിരമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ പറയും, അവർ സർവീസിൽ ആരംഭം കുറിക്കാൻ പറ്റിയ തരത്തിലുള്ള മനസ്സിന്റെ ഉടമയാണ്. മക്കളെ ഇത്രയും അമ്മയെ ഇത്രയും സ്നേഹിക്കുന്ന രണ്ട് മക്കളെയും ഞാൻ കണ്ടിട്ടില്ല. ഇവര് 3 പേരും 3 ശരീരവും ഒരാത്മാക്കളാണ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു, കാരണം എനിക്ക് അന്ന് പോകാനായിട്ട് പറ്റാത്തതിൽ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഫംഗ്ഷനിൽ ഒന്നാണിത്. ബട്ട് സ്റ്റിൽ ഐ വാസ് റിയലി ഹാപ്പി ബിക്കോസ് മൈ മുത്തമ്മ വാസ് ദെയർ. മുത്തമ്മയ്ക്ക് അടുത്ത ദിവസം എക്സാം ആയിരുന്നു, എന്നിട്ടും അവൾ അതൊന്നും കണക്കിലെടുക്കാണ്ടാണ് അവൾ പോയത്. ആൻഡ് ഓൾസോ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ കസിൻ ആലിസ്. കാരണം പുള്ളിക്കാരത്തേക്ക് അന്ന് വയ്യായിരുന്നു, ബട്ട് ഷീ ഓൾസോ ട്രൈഡ് ഹർ ബെസ്റ്റ് ടു ബി ദെയർ. അതേപോലെ തന്നെ താങ്ക്സ് ടു ഓൾ മൈ അമ്മാസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഹു വെർ ദെയർ ടു മേക്ക് ദാറ്റ് ഡേ എ ലിറ്റിൽ മോർ എക്സ്ട്രാ സ്പെഷ്യൽ. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു എൻ്റെ അമ്മേനെക്കുറിച്ച്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേറൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഐ ക്യാൻ നെവർ എക്സ്പ്രസ് ദോസ് ഫീലിങ്സ് ത്രൂ മൈ വേർഡ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പ് എൻ്റെ അമ്മയുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ പോയത് മലേഷ്യൻ എയർലൈൻസ് വഴിയാണ്. ആൻഡ് ദർ വാസ് എ ഹോൾട്ട് ഇൻ മലേഷ്യ ഫോർ 3 hours. ഞാൻ എപ്പോൾ ഫ്ലൈറ്റിൽ പോയാലും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആവുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ അതിലെ ഫുഡാണ്. പക്ഷേ എയർലൈൻസിലെ ഫുഡ് ഇറ്റ് വാസ് ഓക്കെ കഴിക്കാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സീറ്റാണ്. ആൻഡ് സ്പെഷ്യലി ലൈക്ക് ഇഫ് ഐ ഗെറ്റ് എ വിൻഡോ സീറ്റ് ഐ ബി സോ ഹാപ്പി. ആൻഡ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഐ ലിറ്ററലി തോട്ട് ഐ വാസ് ഇൻ ഹെവൻ. അത്രയ്ക്ക് സൂപ്പറായിരുന്നു വ്യൂ. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് വാസ് അറൗണ്ട് 3 hours ഫ്രം ഇന്ത്യ ടു മലേഷ്യ. പിന്നെ അവിടെ നിന്നും നമുക്കൊരു 2 hours ഫ്ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഭയങ്കര അങ്ങ് നമ്മൾ ഇരുന്ന് മടുക്കില്ല. അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി. എൻ്റെ അടുത്ത് മൊത്തം പറഞ്ഞായിരുന്നു എടുക്കരുതെന്ന്, പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഐ കുഡ്ന്റ് കൺട്രോൾ മൈസെൽഫ് ഫ്രം ടേക്കിംഗ്. പിന്നെ എല്ലാവർക്കും ആക്ച്വലി ഭയങ്കര ക്ഷീണമായിരുന്നു. ആ കൂടെ ഒരു 3-4 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നൈറ്റ് ജേർണി ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ മലേഷ്യൻ എയർപോർട്ടിൽ ഇറങ്ങി. പ്രത്യേകിച്ച് അങ്ങനെ കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആ കൂടെ 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് വീണ്ടും നമ്മൾ മലേഷ്യൻ എയർലൈൻസിൽ കയറി വിയറ്റ്നാമിലേക്ക് പോവുകയാണ്. എനിക്ക് നേരത്തേക്കാട്ടിലും ഫുഡ് എനിക്ക് ഈ വിയറ്റ്നാം ഫ്ലൈറ്റിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഞാൻ ഓർഡർ ചെയ്തൊരു പ്രോൺസ് കറി മീൽസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി ബെറ്റർ. അപ്പോൾ നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുത്തമ്മ അമ്മയ്ക്ക് കുറേ ഫേസ് മസാജൊക്കെ ചെയ്ത് അമ്മേനെ ഫുൾ സ്വിങ്ങിലാക്കിയിട്ടുണ്ട്. എനിവേയ്സ് നമ്മൾ കുറച്ച് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ വിയറ്റ്നാം ലാൻഡ് ചെയ്തു. അപ്പം നമ്മുടെ എല്ലാവരുടെയും വിസ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ചായൻ്റെ മാത്രം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അധികം വൈകാണ്ട് തന്നെ അച്ചായനും എയർപോർട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റി. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വന്ന കാറാണത്. ഒരു ലിമോസിൻ പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനത്തെ കാറിൽ ആദ്യമായിട്ടാണ്. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഇൻറ്റീരിയർ വാസ് ലൈക്ക്
ഇൻ എ ടോപ്പ് ലക്ഷറിയസ് വേ. പിന്നെ ഒരു ഇച്ചിരി ട്രാവൽ ഉണ്ടായിരുന്നു നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക്. ആൻഡ് ദ റോഡ്സ് വെർ വെരി ക്ലീൻ. നമ്മൾ ഏതൊരു രാജ്യത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രീകരണം ഇത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റോഡായിരുന്നില്ല. പക്ഷേ നിങ്ങൾ അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിൽ പോകരുത്, കാരണം അങ്ങനത്തെ റോഡും ഉണ്ട്. പിന്നെ നമ്മൾ നിന്ന ഹോട്ടൽ തീൻ തായ് ഹോട്ടലാണ്. ഹോട്ടലും ഭയങ്കര നല്ല ഹോട്ടലായിരുന്നു. പ്രത്യേകിച്ച് ഇതേപോലത്തെ വെരി കോസി റൂംസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ദി ഹോട്ടൽ ദാറ്റ് വി സ്റ്റേഡ് ഇൻ. പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി സിറ്റി ടൂറിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഈ ഒരു സ്ഥലത്ത് ഐ വാസ് ഇൻ ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ്, കാരണം ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അവർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഐ എം നോട്ട് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. പിന്നീട് പോയത് നമ്മൾ വാട്ടർ പപ്പറ്റ് ഷോയിനാണ്. ഇത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട ഒരു കാര്യമാണ്. ഇറ്റ് വാസ് ക്ലോസ് ടു ആൻ അവർ. ഇത് മെയിൻലി അവരൊരു 6-7 സ്റ്റോറീസെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. ഒന്ന് മെയിൻലി അവരുടെ ഒരു ഫോക്ക് ഡാൻസും പിന്നെ ഒരു മ്യൂസിക്കും ആയിരുന്നു അവർ ആദ്യം പ്ലേ ചെയ്തത്. പിന്നെ ഒരു ഡ്രാഗൺസിൻ്റെ ഷോ ആയിരുന്നു. ആൻഡ് ദേ ബിലീവ് ദിസ് കോമ്പിനേഷൻ ഓഫ് ഫയർ, ഡ്രാഗൺസ് ആൻഡ് വാട്ടർ വിൽ ബ്രിങ് ദം പീസ്, ഹെൽത്ത് ആൻഡ് എൻഡ്യൂറൻസ്. പിന്നെ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫിഷിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു രാജാവിൻ്റെ ഒരു സ്റ്റോറി അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടി സ്റ്റോറീസ്. ആൻഡ് ഐ ലവ് ദറ്റ്. ദീസ് വെർ ദ പീപ്പിൾ ഹു വെർ ബിഹൈൻഡ് ദറ്റ് ആൻഡ് ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര വിശപ്പായിരുന്നു. എല്ലാവർക്കും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളതായി. അങ്ങനെ നമ്മൾ തപ്പി പിടിച്ച ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. എനിക്ക് മുത്തിനും ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു ഓക്കെ ഫൈൻ. പിന്നെ അവിടെയുള്ള എല്ലാ സ്ട്രീറ്റ്സും ദേ വേ ബ്യൂട്ടിഫുള്ളി ലെറ്റ്. അപ്പോൾ തന്നെ നടക്കാൻ തന്നെ ഭയങ്കര സുഖമായിരുന്നു. അങ്ങനെ കുഞ്ഞൊരു നടത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമിലെത്തിയത്. അങ്ങനെ മുത്തമ്മ കുഞ്ഞ് സ്കിൻ കെയർ ഒക്കെ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ സുഖമായിട്ട് കിടന്നിറങ്ങി. So that's it. Have a great day, everyone. Take care. Bye.